അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം പേജ് 18 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് തൊട്ടു മുമ്പത്തെ പേജിൽ നമുക്ക് വന്നിരിക്കുന്ന അത്തആവുൻ എന്ന കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് വരുന്നത്. തുടക്കത്തിൽ തന്നെ മഫ്ഹൂമുൽ മൻലൂം, മഫ്ഹൂം എന്ന് പറഞ്ഞാൽ ആശയം, മൻലൂം കവിത, കവിതയുടെ ആശയം, മഫ്ഹൂമുൽ മൻലൂം. അപ്പോൾ ഈ കവിതയുടെ അർത്ഥത്തെ ഒരു കുറിപ്പായി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത്തആവുനു റൂഹുൽ ഹയാത്ത് ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ് ഹുവ മിൻ അസ്ബാബിൽ മജ്ദി വൽ ഇസ്സ്. അത്തആവുനു സബബു തവാസുനി തബീഅ നറാഹു ബൈനൽ ബഹരി വശംസ് വബൈന സഹാബി വരീഹ് വഹുവ ലാഹിറുൻ ഫി ഹയാത്തിൻ നഹ്ലി വന്നംൽ. അൽ ഇൻസാനു ലാ യതഹറകു ഇല്ലാ ബിതആവുനിൽ അഅ്ളാ. അത്തആവുനു സിർറുൽ ഹയാത്ത്. നമുക്ക് ആശയം ഒന്ന് നോക്കാം. അത്തആവുൻ പരസ്പര സഹകരണം, റൂഹ് ആത്മാവാണ്, അൽ ഹയാത്ത് ജീവിതത്തിൻ്റെ ആത്മാവാണ് പരസ്പര സഹകരണം എന്നുള്ളത്. ഹുവ അത്, മിഫ്താഹ് താക്കോലാണ്, അൽ ഫൗസ് വിജയത്തിൻ്റെ, വൽ ഫലാഹ് അതും വിജയം തന്നെയാണ് അർത്ഥം. അപ്പോൾ വിജയത്തിൻ്റെ താക്കോലാണ് അത്തആവുൻ. ഹുവ അത്, മിൻ അസ്ബാബിൽ മജ്ദി വൽ ഇസ്സ് അസ്ബാബ് കാരണങ്ങളിൽ പെട്ടതാണ്, അൽ മജ്ദ് മഹത്വത്തിൻ്റെയും, വൽ ഇസ്സ് പ്രതാപത്തിൻ്റെയും. പ്രതാപത്തിൻ്റെയും മഹത്വത്തിൻ്റെയും കാരണമാകുന്നത് തആവുൻ തന്നെയാണ്, പരസ്പര സഹകരണം തന്നെയാണ്. അത്തആവുൻ പരസ്പര സഹകരണം, തവാസുൻ ബാലൻസ് ചെയ്യുന്നു, ക്രമീകരിക്കുന്നു, തബീഅ പ്രകൃതിയെ ബാലൻസ് ചെയ്യുന്നതിൽ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ പരസ്പര സഹകരണം ഒരു കാരണമാകുന്നു. നറാഹു നമുക്കത് കാണാം, ബൈനൽ ബഹിരി വശംസ് ബൈന ബിറ്റ്വീൻ ഇടയിൽ, അൽ ബഹിർ കടലിൻ്റെയും, വശംസ് സൂര്യൻ്റെയും ഇടയിൽ, വബൈന സഹാബ് മേഘത്തിൻ്റെയും, വരീഹ് കാറ്റിൻ്റെയും ഇടയിൽ, വഹുവ അത്, ലാഹിറുൻ പ്രകടമാണ് കാണുന്നുണ്ട്, ഫി ഹയാത്തിൻ നഹ്ൽ നഹ്ലിൻ്റെ ജീവിതത്തിൽ തേനീച്ചയുടെ ജീവിതത്തിൽ, വന്നംൽ ഉറുമ്പിൻ്റെയും തേനീച്ചയുടെയും ജീവിതത്തിൽ ഈ തആവുൻ പരസ്പര സഹകരണം നമുക്ക് കാണാം. അൽ ഇൻസാനു മനുഷ്യന് ലാ യതഹറകു ചലിക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ ബിതആവുൻ സഹായമില്ലാതെ, അൽ അഅ്ളാ നമ്മുടെ അവയവങ്ങളുടെ സഹകരണമില്ലാതെ, ഏകോപനമില്ലാതെ നമുക്ക് ചലിക്കാൻ പോലും സാധിക്കുകയില്ല. അത്തആവുൻ പരസ്പര സഹകരണം എന്നത് സിർറുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ ഒരു രഹസ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നുറാജിഉ നമുക്ക് മടങ്ങാം, മഫ്ഹൂമുൽ മൻലൂം കവിതയുടെ ആശയത്തിലേക്ക്, വനുജീബ് എന്നിട്ട് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മാ ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ് എന്താണ് വിജയത്തിൻ്റെ താക്കോൽ? നമ്മൾ ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി. അത്തആവുൻ പരസ്പര സഹകരണമാണ് വിജയത്തിൻ്റെ താക്കോൽ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഉത്തരം എഴുതാം. അത്തആവുനു മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്. രണ്ടാമത്തെ ചോദ്യം, കൈഫ യഈഷു നഹ്ലി വന്നംൽ കൈഫ എങ്ങനെയാണ്, യഈഷു ജീവിക്കുന്നത്, അന്നഹ്ൽ തേനീച്ചയും, വന്നംൽ ഉറുമ്പും എങ്ങനെയാണ് ഉറുമ്പും തേനീച്ചയും ചെറിയ ജീവികളാണെങ്കിലും അവ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തആവുൻ കൊണ്ടാണ്, പരസ്പര സഹകരണമുള്ളത് കൊണ്ടാണ്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഉത്തരം എഴുതാം. യഈഷുൻ നഹ്ലു വന്നംലു ബിത്തആവുൻ. യഈഷുൻ നഹ്ലു വന്നംലു ബിത്തആവുൻ. തൊട്ട് താഴേക്ക് വരുമ്പോൾ നഖ്താറു നമുക്ക് കണ്ടെത്താം. വനക്തുബു എന്നിട്ട് എഴുതാം. ബൈതൻ വരികൾ. ലാ യുവാഫിഖു യോജിച്ച് വരാത്ത. അൽ മൻലൂം കവിതയെ. ഫിൽ മഅന ആശയത്തിൽ. നമ്മുടെ കവിതയുടെ ആശയവുമായി യോജിച്ച് വരാത്ത കവിതയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തആവുനുമായി ബന്ധപ്പെടാത്ത ഒരു കവിതയാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ താഴെയുള്ള വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൗലൽ ഹുറൂഫു തആവനത്ത് മഅ ബഅളിഹാ മാ കാന മിൻ ഖൗലിൻ വലാ മൻ ഖായിലി. ലൗലൽ ഹുറൂഫു അക്ഷരങ്ങളില്ലായിരുന്നെങ്കിൽ, തആവനത്ത് പരസ്പരം സഹകരിച്ചില്ലായിരുന്നെങ്കിൽ, മഅ ബഅളിഹ പരസ്പരം, മഅ കൂടെ, ബഅൾ മറ്റൊന്നിനോട്, ഒന്ന് മറ്റൊന്നിനോട് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ, മാ കാന മിൻ ഖൗലിൻ മാ കാന ഉണ്ടാകുമായിരുന്നില്ല, മിൻ ഖൗലിൻ ഒരു വാക്കും, വലാ മൻ ഖായിലി പറയുന്നവനും വാക്ക് പറയുന്നവരോ വാക്കുകളോ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അക്ഷരങ്ങൾ തമ്മിലുള്ള സഹകരണത്തെ തആവനെ കുറിച്ച് തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വരികൾ നമ്മുടെ കവിതയുമായി യോജിച്ച് വരുന്ന ആശയമാണുള്ളത്. അടുത്തത് നോക്കാം. ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഖും എഴുന്നേറ്റ് നിൽക്കുക. ലിൽ മുഅല്ലിമി മുഅല്ലിമിന് വേണ്ടി. വഫിഹി തബ്ജീല അദ്ദേഹത്തിൻ്റെ ആദരവ് പ്രകടിപ്പിക്കുക, അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുക. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല പ്രവാചകൻ എന്നത് ഒരു പ്രവാചകനെ പോലെയാണ്. അടുത്തതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇന്നത്ത ആവുന തീർച്ചയായും പരസ്പര സഹകരണം. ലിൽ ഉഖൂലി ബുദ്ധിയുള്ളവർക്ക്, റദീഫുഹ അതിൻ്റെ ബുദ്ധിയുടെ പര്യായമാണ്. യസ് ആബിഹ അതുകൊണ്ട് അവർ പരിശ്രമിക്കുന്നു. നഹുവൽ അതാഇൽ അംസാൽ അതുപോലെയുള്ളതിനെ നേടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ബുദ്ധി എന്നതിൻ്റെ പര്യായമാണ് സഹകരണം എന്നുള്ളത്. അതിലൂടെ വിജയം നേടിയെടുക്കാൻ അവർ പരിശ്രമിക്കുന്നു. ഈ 3 വരികളിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് ഈ ആശയവുമായി യോജിച്ച് വരാത്തത്. തൊട്ട് താഴെ ഒരു പ്രവർത്തനം കൂടിയുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. നഖ്താറു മിനൽ മൻലൂമി കവിതയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സത്വർ വരി അൽ മുനാസിബ് യോജിച്ച് വരുന്ന ലിസുവരി ചിത്രത്തിന്. താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന് യോജിച്ച് വരുന്ന വരിയാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു തേനീച്ചയുടേതാണ്. അപ്പോൾ തേനീച്ചയെ പറ്റി പറയുന്ന വരി നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം. നമ്മുടെ കവിതയിൽ 3ാമത് വരുന്ന വരിയാണ്. ഉൻളുർ ഇലൻ നഹ്ലിൽ ലഈഫി ബിജിസ്മിഹി ബിതആവുനിൻ യുംസി കജൈഷിൻ ഹായിലി. നമുക്കിവിടെ എഴുതി ചേർക്കാം. തൊട്ടടുത്ത ചിത്രം കൊടുത്തിരിക്കുന്നത് കടലും സൂര്യനും ഒക്കെയുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന് യോജിച്ച് വരുന്ന നമ്മുടെ കവിതയിലുള്ള വരി ഏതാണ്? കവിതയിൽ 5ാമത് വരുന്ന വരി. ലൗലൽ ബിഹാറു തആവനത്ത് വശംസു മാ ലഹറ സഹാബു വ ഐസുഹു ലം യഹ്ത്വലി എന്ന് നമുക്കിവിടെ എഴുതി ചേർക്കാം. ഒരു പ്രവർത്തനം കൂടിയുണ്ട്. നസ്തഖ്രിജു മിനൽ മൻലൂം കവിതയിൽ നിന്ന് കണ്ടെത്താം. നമാസിജു തആവുനി പരസ്പര സഹകരണത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഫിത്തബീഅ പ്രകൃതിയിലുള്ള. വനക്തുബ് എന്നിട്ട് എഴുതാം. പ്രകൃതിയിലുള്ള പലതരം പരസ്പര സഹകരണത്തിൻ്റെ ഉദാഹരണങ്ങളും നമ്മുടെ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. അവയെ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ബോക്സ് നോക്കിയാൽ കവിത എഴുതാവുന്ന ഒരു ബോക്സ് അല്ല കൊടുത്തിരിക്കുന്നത്. കവിതയുടെ ആശയത്തിൽ നിന്ന് നമ്മളത് കണ്ടെത്തി എഴുതണം. ഒരു കുറിപ്പായിട്ടാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഇതിൻ്റെ സഹായത്തിന് നമുക്ക് പേജ് 18 കവിതയുടെ ആശയം കൊടുത്തതിനെ നമുക്ക് ഉപയോഗിക്കാം. ആ തന്നതിൽ ഏതൊക്കെയാണ് നമുക്ക് പ്രകൃതിയിലുള്ള വിവിധ പരസ്പര സഹകരണത്തിൻ്റെ ഉദാഹരണങ്ങൾ ഉള്ളത്? അത്തആവുനു സബബു തവാസുനി തബീഇയ
പ്രകൃതിയിലെ സന്തുലിതാവസ്ഥക്ക് കാരണം പരസ്പര സഹകരണമാണ്. നറാഹു നമുക്കത് കാണാം. ബൈനൽ ബഹിരി വശംസി സൂര്യനും കടലിനുമിടയിൽ. വബൈന സഹാബി വരീഹി മേഘത്തിനും കാറ്റിനുമിടയിൽ. വഹുവ ലാഹിറുൻ ഫി ഹയാത്തിൻ നഹ്ലി വന്നംലി തേനീച്ചയുടെയും ഉറുമ്പിൻ്റെയും ജീവിതത്തിൽ നമുക്കത് പ്രകടമാണ്. അൽ ഇൻസാനു ലാ യതഹറകു ഇല്ലാ ബി തആവുനിൽ അളാ മനുഷ്യന് അവൻ്റെ അവയവങ്ങളുടെ പരസ്പര സഹകരണം കൂടാതെ ചലിക്കാനാവുകയില്ല. അത്തആവുനു സിറുൽ ഹയാത്ത് പരസ്പര സഹകരണം ജീവിതത്തിൻ്റെ രഹസ്യമാണ്. ഇത്രയും നമുക്കിവിടെ എഴുതി ചേർക്കാം. തൊട്ടടുത്ത പേജിൽ നമുക്ക് നതദറബു അല ഖത്തിർ റുഖ നതദറബു നമുക്ക് പരിശീലിക്കാം അല ഖത്തിർ റുഖ. അറബിയുടെ എഴുത്തിൻ്റെ ഒരു ശൈലിയാണ് ഖത്തുർ റുഖ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള എഴുത്തിനെ നമുക്ക് പരിശീലിക്കാനുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അലിഫ്, ലാമ്, കാഫ് ഈ 3 അക്ഷരങ്ങളാണ് പരിശീലിക്കുന്നത്. ഇത് പെൻസിൽ കൊണ്ട് എഴുതി ആ അക്ഷരങ്ങളെ പരിശീലിക്കാം. തൊട്ട് താഴെ മുഫ്രദും ജംഉം കൊടുത്തിരിക്കുന്ന ബോക്സ് ഉണ്ട്. ഇത് പഠിച്ചു വെക്കണം. പരീക്ഷകളിൽ ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് USS പരീക്ഷകളിൽ ഇത്തരം ബോക്സിലുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വരും. അസീസ്, അഇസ്സാ പ്രിയപ്പെട്ടവർ. ഇബ്ന്, അബ്നാ മക്കൾ. ഉളുവ്, അഅ്ലാ അവയവങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങൾ എന്നും അതിനർത്ഥം വരാം. ജിസ്മ്, അജ്സാമ് ശരീരങ്ങൾ. ബഹർ, ബിഹാർ കടലുകൾ. ഹൈത്ത്, ഹുയൂത്ത് നൂലുകൾ. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ നോക്കി നമ്മുടെ നോട്ടിലേക്ക് ഇതുവരെ എഴുതി ചേർക്കാത്ത ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവ എടുത്തെഴുതുകയും അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുക. ഈ പ്രവർത്തനത്തോടു കൂടി നമ്മുടെ 1ാമത്തെ യൂണിറ്റ് അവസാനിക്കുകയാണ്.